അസ്സലാമലൈക്കും. സ്വന്തം ഭർത്താവ് ജീവിച്ചിരിക്കെ മറ്റൊരാളുമായിട്ട് റിലേഷനിലാവുന്ന ഏതൊരു പെണ്ണിനും ഈ ഒരു വീഡിയോ ഒരു പാഠമായിരിക്കും. കുടുംബിനിയായ ഒരു പെണ്ണിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ഏതൊരുത്തനും പക്ക ഫ്രോഡ് തന്നെ ആയിരിക്കും. എല്ലാം അറിഞ്ഞു വെച്ചിട്ട്, അതായത് ഒരു കല്യാണം കഴിഞ്ഞ പെണ്ണാണെന്ന് അറിഞ്ഞു വെച്ചിട്ട് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നവന്മാരെ തനി തരികട തന്നെ ആയിരിക്കും. അവന്മാരുടെ ചിരിയിലും കരുതലിലും ഒക്കെ മയങ്ങി വീണു പോകുന്ന പല പെൺകുട്ടികളും ഉണ്ട്. എന്തായാലും അവരുടെ ഒന്നും ജീവിതം ഒരിക്കലും നന്നായിട്ട് പോകത്തില്ല. അവര് ചെന്ന് ചാടിക്കൊടുക്കുന്നത് പടുകുഴിയിലേക്ക് തന്നെയാണ്. എന്തൊക്കെ കണ്ടാലും കേട്ടാലും പഠിക്കാത്ത ചില പെണ്ണുങ്ങളുണ്ട്. എന്തായാലും ഈ വീഡിയോ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. എത്തിയതിനു ശേഷം ഞാൻ ഒറ്റയ്ക്ക് ഈങ്ങാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ വാടകയ്ക്ക് എടുക്കി. അവിടെ ഇയാൾ നല്ല സൗഹൃദത്തിലായിരുന്നതുകൊണ്ട് തന്നെ അയാൾ ആ ഒരു അവകാശം വെച്ചിട്ട് നമ്മൾ 2 ബെഡ്റൂമുള്ള ഒരു വീടായിരുന്നു, ഫ്ലാറ്റ് ആയിരുന്നു. അവിടേക്ക് ഒരു റൂമിൽ അയാളെ എന്താ പറയാ, ഒരാൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് റൂമിൽ അയാൾക്ക് കുറച്ച് സമയം ഇരിക്കണം എന്ന് പറഞ്ഞു, അയാളോട് സംസാരിക്കാനെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു വരവിനോട് കൂടി പിന്നെ കണ്ടിന്യൂ ചെയ്തായിരുന്നു ഇയാൾ. അതെ അതെ, പെട്ടുപോയി എന്നല്ല, നമ്മൾ പെടുത്തിയതെന്ന് പറയാം. കാരണം പെട്ടുപോയി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാതെ ഒരിതാണല്ലോ. നമ്മൾ ഇതാണെന്നോ അല്ലെങ്കിൽ ഇവർ ഇതിന്റെ കരിയർ ആണെന്നോ ഒന്നും അറിയില്ല. നല്ലൊരു സൗഹൃദത്തിലായിരുന്നു ഇയാൾ, നല്ല ഒരു സ്വഭാവമായിരുന്നു നമ്മളോട് ആദ്യം കാണിച്ചിരുന്നത്. ഇതിനകത്തേക്ക് പെടുത്താനോ അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഇയാൾ ചെയ്യുന്നുണ്ടെന്നോ നമ്മളോട് അറിയിക്കുന്നില്ല. നല്ലൊരു മാന്യനായിട്ടാണ് ഇയാൾ നമ്മളെ മുന്നിൽ കാണിച്ചിരുന്നത്. പിന്നെയാണ് ഇയാൾ ഇതിനകത്തേക്ക് ഉണ്ടെന്നും ഇയാളെ കയ്യിൽ ഈ സാധനം യൂസ് ചെയ്യുന്നുണ്ട്, ഇത് യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമൊക്കെ കണ്ടതാണ്. സൗണ്ടും കേട്ടതിന് ശേഷമാണ്. കാരണം ഇയാൾ അപ്പുറം റൂമിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഡെനിയാളിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് സൗണ്ട് കേൾക്കാം ഇയാൾ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇയാൾ ഇത് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത്. അന്നപ്പോഴത്തേക്ക് എൻ്റെ പാസ്പോർട്ട് ഇയാൾ കൈവശത്തേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പാസ്പോർട്ട് ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ ഇയാൾ മാറ്റി. അപ്പോൾ തിരിച്ച് അയാൾ തരുന്നില്ല, വേറെ രൂപത്തിലാണ് അയാൾ നമ്മുടെ അടുത്തേക്ക് പെരുമാറുന്നത്. പിന്നെ അതിനകത്ത് ഇത് കിട്ടാൻ വേണ്ടി കുറേ അയാൾ റിയേക്ക് നിന്നു. പിന്നെ അത് തിരിച്ച് തരുന്നില്ല. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് അയാൾ ഡീഅഡിക്ഷൻ സെന്ററിൽ പോയ സമയത്താണ് പാസ്പോർട്ട് വീണ്ടും എടുക്കുന്നത്. എടുത്ത് കിട്ടുന്ന സമയം ആയപ്പോഴത്തേക്കും ഇയാൾ ഡീഅഡിക്ഷൻ സെന്ററിൽ തിരിച്ചു വരികയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഇയാൾ ഉള്ളിൽ കിടക്കുന്നതിന് 2 ദിവസം മുമ്പാണ് പല ഇതും ചെയ്ത് എനിക്ക് പാസ്പോർട്ടും ബാക്കിയുള്ള ഡോക്യുമെന്റ്സ് എനിക്ക് കിട്ടുന്നത്. തീർച്ചയായിട്ടും പല സമയങ്ങളും ഇപ്പൊ 3.5 വർഷമായല്ലോ. ഈ പല സമയത്തും അയാൾ നമ്മളടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി തന്നിട്ടുണ്ട്. അതേമാതിരി ഡ്യൂ എപ്പോഴും വാങ്ങായിരുന്നു ഇയാൾ, വീട്ടിൽ എപ്പോഴും കൊണ്ടുവരുമായിരുന്നു. അതിങ്ങനെ കയ്യിൽ എനിക്ക് കുടിക്കാൻ തരുമായിരുന്നു. പക്ഷേ എനിക്ക് സാധാരണ ഡ്യൂ അല്ലേ എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ. പക്ഷേ എനിക്ക് അത് കുടിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം എൻ്റെ പല്ലിനൊരു ഒരു കടുപ്പ് വരെ വരുന്നുണ്ടായിരുന്നു, ഒരു എന്താ പറയുക, ഒരു ബലം. അതിനുശേഷമാണ് ഇപ്പം ന്യൂസ് ഒന്ന് ബാക്കിയുള്ളതൊക്കെ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടാവും, എൻ്റെ ബോഡിയിലും അത് ഉണ്ടാവാം. കാരണം ഉറക്ക് അധികം ഉണ്ടാവില്ലായിരുന്നു. അധിക സമയം ഉറങ്ങാൻ എനിക്ക് കഴിയുന്നില്ല. കാരണം ഫുൾ ടൈം നമ്മൾ ഉണർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. അയാൾ കൂടെ യാത്രയിലൊക്കെ ഉണർന്നിരിക്കുകയാണല്ലോ. അപ്പോൾ നമുക്ക് തരുന്ന ആ ഡ്യൂവിൽ നമുക്ക് ചിലപ്പോൾ അയാൾ യൂസ് ചെയ്താക്കിയിട്ടുണ്ടാവും. കാരണം സാധാ കുടിക്കുന്ന ഡ്യൂ ഞാൻ അതിന് മുമ്പും കുടിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ ഡ്യൂ കുടിക്കാണ്ടായി. കാരണം ഞാൻ എന്തൊക്കെയോ ഡൗട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അയാൾ ഇതേമാതിരി തന്നെ പല കാരണങ്ങൾ കൊണ്ട് ഇയാൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഉപകരണം എൻ്റെ അടുത്ത് വെച്ച് ഞാൻ എന്നോട് പറയും ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 2-3 പ്രാവശ്യം അയാൾ അത് ചെയ്തിട്ടുണ്ട്, ഫോട്ടോ എടുപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഇപ്പോൾ 1 വർഷം 1.5 വർഷം മുമ്പാണ് അത് ചെയ്തിട്ടുള്ളത്. അല്ല, അത് അതിനെതിരായതുകൊണ്ടാണ് എൻ്റെ ശരീരം മൊത്തം അയാൾ മുറിവേൽപ്പിച്ചത്. പിന്നെ കുപ്പി പൊട്ടിച്ചിട്ടൊക്കെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അത് യൂസ് ചെയ്യാത്ത സമയത്തും അയാൾ പറയുന്ന സമയത്തും ചിലപ്പോൾ ഇതിനകത്ത് കരിയറായിട്ട് ഞാൻ ഓക്കെ ആയിട്ട് നിൽക്കുന്നില്ല. അയാൾക്ക് അറിയാം അയാൾ എങ്ങനെ ഒറ്റി കൊടുക്കുന്നു. അപ്പോൾ എൻ്റെ ശരീരത്തിൽ ഇത് ഉണ്ട് എങ്കിൽ ഇയാൾക്കൊരു തെളിവാണല്ലോ, അത് വിചാരിച്ചിട്ടായിരിക്കാം. അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇയാൾ ഈ സാധനം എൻ്റെ കയ്യിലേക്ക് തരാൻ ശ്രമിക്കുന്നുണ്ട്. എന്നെ പിടിക്കില്ല എന്നുള്ളൊരു അഹങ്കാരമായിരുന്നു അയാൾക്ക് ഉണ്ടായിരുന്നത്. കാരണം അയാൾ ക്വാണ്ടിറ്റി 5 ഗ്രാം കുറവായിരുന്നു അയാളെ കയ്യിൽ എപ്പോഴും കൈവശം ഉണ്ടാവും. അതുകൊണ്ട് അത് പിടിച്ചു കഴിഞ്ഞാലും ഇത്രന്നേ ഉള്ളൂ. അയാൾ ഡീഅഡിക്ഷൻ സെന്ററിൽ പോയി വന്നതിന് ശേഷമാണ് അയാൾക്ക് കുറച്ചുകൂടി കോൺഫിഡൻറ്റ് കൂടിയത്. അയാൾ പറഞ്ഞത് ഞാൻ മെന്റലാണ് എനിക്ക്, അതുകൊണ്ട് പിന്നെ ഞാൻ ഇതിന് അഡിക്റ്റഡ് ആണ്. അത് ഞാൻ ഡീഅഡിക്ഷൻ സെന്ററിൽ പോയത് കൊണ്ട് എനിക്ക് ആ ഒരു കാരണം കൊണ്ട് എനിക്ക് ഇത് കിട്ടും. പോലീസ് പിടിച്ചാലും എനിക്ക് പറയാം ഇത് ഞാൻ യൂസ് ചെയ്യാം, ഇതിന് അഡിക്റ്റഡ് ആണ് എന്നുള്ളത് പറയാം. ഇതുകൊണ്ട് ഞാൻ ഡീഅഡിക്ഷൻ സെന്ററിൽ പോയിട്ടുള്ള പേപ്പർ എൻ്റെ അടുത്തുണ്ട്. എനിക്കൊരു മഞ്ഞ കാർഡ് ഉണ്ട്. എനിക്ക് ഭ്രാന്തിന് കാര്യങ്ങളൊക്കെ പറയുമോ? അത് അന്വേഷണമൊക്കെ വരുമ്പോൾ അതിനോട് പൂർണ്ണമായി സഹകരിക്കാൻ? തീർച്ചയായിട്ടും അതിന്റെ എന്താ പറയാ, അവൻ എന്താണെന്നും അവൻ ചെയ്ത കാര്യങ്ങളാണെങ്കിലും ഇവിടെ ആരൊക്കെ ഇത് ചെയ്യുന്നുണ്ടെന്നും എനിക്ക് നമ്മുടെ നാടിനെ രക്ഷിക്കാൻ എനിക്ക് ഒരു എന്റെ ജീവൻ പോകുന്നതിന് മുമ്പ് 1 നിമിഷം മുമ്പാണെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്ന അത് ചെയ്യാം, അത്രേ ഉള്ളൂ. നിങ്ങൾ വിവാഹിതയായിരുന്നല്ലോ, കുട്ടി അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇയാളുമായി എടുക്കുന്നത്? വിവാഹോചനം നേടിയ സമയത്താണോ അതോ ഈ ബന്ധം ഉള്ളപ്പോൾ തന്നെയാണ് ഇയാൾ നിങ്ങളോട്? ബന്ധമുള്ള സമയത്താണ് ഞാൻ കോൺടാക്ട് വരുന്നതും. നമ്മൾ മാർക്കറ്റിംഗ് ഫീൽഡാണ്. എൻ്റെ ഒരു എന്താ പറയുക, പ്രൊഡക്റ്റ് വാങ്ങുന്ന ഒരു കസ്റ്റമർ മാത്രമായിരുന്നു ഇവരുണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് കൂടെ ഇല്ലെങ്കിലും വിദേശത്തായിരുന്നു. പിന്നെ ഇവന് ഹസ്ബൻഡ് നാട്ടിൽ വരിക ആ സമയത്ത് ഇവന് ഹസ്ബൻഡുമായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്ത് നിൽക്കുന്ന ഹസ്ബൻഡിന്റെ കൂടെ പോയ സമയത്താണ് ഇവന് വീണ്ടും വെറുതെ വിളിച്ച് എന്നെ ശല്യപ്പെടുത്തിയാണ്. അപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചാൽ ആരാണ്? അപ്പോൾ ഞാനിങ്ങനെ സിജാസ് എന്ന് പറഞ്ഞ എൻ്റെ ഫോണിൽ കോൺടാക്ട് കാണുകയും ചെയ്ത് ഞാൻ ആൾക്കൊരു ഇറിറ്റേഷൻ വന്നിട്ടാണ് ഈ ഡൈവേഴ്സിലേക്ക് എത്തുന്നത്. വെറുതെ വേണ്ടാണ് അനാവശ്യമായിട്ട് കോൾ ചെയ്ത് ഞാനിട്ടാണ് ബുദ്ധിമുട്ടുണ്ടായത്. തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ ആ സമയത്ത് ഞാൻ സീരിയസ് ഒരു വെറുതെ എൻ്റെ ഒരു കസ്റ്റമർ മാത്രമാണ്, എൻ്റെ പ്രൊഡക്റ്റ് വാങ്ങുന്ന ഒരു കസ്റ്റമർ മാത്രം. അയാൾക്ക് എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടായിരിക്കാം സിജാസിന്. കുടുംബത്തിനും ഭർത്താവിനൊപ്പം പോയാൽ അങ്ങനെ ഒരു ഭീഷണി ഉണ്ടായിരുന്നു. ഞാൻ ആ ഡൈവേഴ്സിന്റെ ആ സമയത്ത് തന്നെ ഒരുപാട് ഇയാൾ ഡൈവേഴ്സ് ആവാൻ വേണ്ടിയിട്ട് കുറെ ശ്രമിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വീണ്ടും എൻ്റെ ഹസ്ബൻഡിനെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പല ശ്രമങ്ങളും ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ അവരോട് ഇവന് കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ മോശമാണെന്നും ഞാൻ വേറെ രീതി ഇവനുമായിട്ട് എല്ലാ ബന്ധങ്ങളും ഉണ്ടെന്നും വെറുതെ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഹസ്ബൻഡിന് എന്നോടുള്ള ആ ഒരു ഇത്
പിന്നെ മാറി ഡൈവേഴ്സ് ഓക്കെ കുഴപ്പമില്ല എന്നുള്ള ഞാൻ കോണ്ടാക്ട്. ലഹരി ഉപയോഗിക്കുന്ന ഒരുത്തന്റെ കൂടെ ജീവിച്ചിട്ട് ജീവിതം തന്നെ മടുത്തിട്ടാണ് ഇപ്പൊ ഇവരിത് തുറന്നു പറയുന്നത്. ജീവിതത്തിൽ പല പ്രതിസന്ധികളും ഉണ്ടാവും, പല പല കാര്യങ്ങളും, വഴക്കുകൾ ഉണ്ടാവും, അടികൾ ഉണ്ടാവും, സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അതൊക്കെ ജീവിതമാണ്. അതൊക്കെ ജീവിതത്തിൽ തരണം ചെയ്ത് മുന്നോട്ട് പോയേ പറ്റൂ. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഭർത്താവിന്റെ സമ്മതത്തോടു കൂടിയിട്ട് സ്ത്രീകൾക്ക് ഒരു ജോലിക്ക് വേണമെങ്കിൽ പോകാം. പോയാലും അത് ഭർത്താവിനൊരു താങ്ങാവും, അല്ലെ കുടുംബത്തിനൊരു തണലാവും എന്നുള്ളൊരു ചിന്തയോട് കൂടിയിട്ട് വേണം ജോലിക്ക് പോകാൻ. അല്ലാതെ ജോലിക്ക് പോകുമ്പോൾ പുറമേ ഉള്ള ഒരുത്തനുമായിട്ട് സൗഹൃദം കൂടുകയും ആ ഒരു റിലേഷൻ വളർന്ന് പ്രേമത്തിലാവുകയും അവർ തമ്മിൽ അങ്ങ് കറങ്ങാൻ പോക്ക്, ഫോൺ വിളി, അങ്ങനെ ഒരു രീതിയിലേക്ക് എത്തുകയും അതിൽ കടന്നു പോവുകയും ചെയ്തിട്ട് അത് ലാസ്റ്റ് ഭർത്താവ് പിടിക്കുമ്പോൾ ഈ ഭർത്താവുമായിട്ട് പിന്നെ കശപിശയാവും, അടിയാവും, ബഹളമാവും, അങ്ങനെയൊന്നും പറയേണ്ട, പിന്നെ ഡിവോഴ്സ് ആയിരിക്കും. ആ ഒരു സിറ്റുവേഷനിലേക്കൊന്നും എത്തിക്കാതെ സൂക്ഷിക്കുക. നല്ലൊരു ജീവിതം നശിപ്പിച്ചിട്ടാണ് ഇവരാണെങ്കിൽ അവന്റെ കൂടെ പോയത്. ഇവരുടെ ഭാഗത്ത് തെറ്റില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും അവന്റെ കൂടെ പോകാൻ പാടില്ലായിരുന്നു. ആ വീട്ടിൽ വീട്ടുതടങ്കലിൽ ഇട്ടതുപോലെയാണ് ഇപ്പൊ ജീവിതം. പുറത്തേക്കൊന്നും ഇറങ്ങാനുള്ള അനുമതി തീരെയില്ല. എന്ന് വെച്ച് രക്ഷപ്പെടാൻ നോക്കിക്കഴിഞ്ഞാൽ അതും നടക്കത്തില്ല. അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ജീവന് തന്നെ ഇവർക്ക് ഭീഷണിയാണ്. വലിയൊരു കെണിയിലേക്കാണ് ഇവര് വീണിരിക്കുന്നത്. ഒരു പെണ്ണ് മനസ്സിലാക്കേണ്ടത്, ആ പെണ്ണിന്റെ കുടുംബജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഏതൊരുത്തനും, എത്ര സ്നേഹം കാണിച്ചു വരുന്നവനായാലും അവൻ ഒരിക്കലും ഈ പെണ്ണിന്റെ നല്ലതിനു വേണ്ടിയിട്ടല്ല വരുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക. ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്നവര് മുന്നും പിന്നും ഒന്നും നോക്കത്തില്ല, അവളുടെ ജീവിതം നോക്കത്തില്ല, മറ്റൊന്നും നോക്കത്തില്ല. അവന്റെ സ്വാർത്ഥ താല്പര്യം മാത്രമേ അവൻ ചിന്തിക്കത്തുള്ളൂ. ഒരു ഫ്രോഡായിട്ടുള്ളവനെ ഒരുത്തന്റെ ജീവിതം നശിപ്പിച്ചിട്ട് അവന്റെ ഭാര്യയായിട്ട് ഒളിച്ചോടാൻ പറ്റത്തുള്ളൂ. അവന്റെ കൂടെ ഇറങ്ങിപ്പോയ ആ പെൺകുട്ടിക്ക്, ആ പെണ്ണിന് എന്തായാലും ജീവനും പോയി, ജീവിതവും പോയി, എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലുമായി. ഇതുപോലെ എത്ര എണ്ണമാണ് ഡെയിലി നടക്കുന്നത്. നമ്മൾ അറിയാത്തതായിട്ട് തന്നെ എത്രയോ എണ്ണം കാണും. നമ്മുടെ ഭർത്താക്കന്മാരെ പറ്റിച്ചിട്ട് നമ്മൾ ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാല് അവന്മാരുടെ ആഗ്രഹം തീരുമ്പോൾ നമ്മൾ വെറും കറിവേപ്പില എന്ന് പറയത്തില്ലേ, ആ ഒരവസ്ഥ തന്നെയായിരിക്കും. ഒരിക്കലും നമ്മളെ അവർ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടല്ല ഈ വിളിച്ചുകൊണ്ട് പോകുന്നത്. ഒരുത്തന്റെ ഭാര്യയായ ഒരു പെണ്ണിനെ പിടിച്ചുകൊണ്ട് പോകുന്നത് ഒരിക്കലും അവന് പ്രേമം മൂത്തിട്ടൊന്നുമല്ല, അവന്റെ കാമം തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കും. കുറച്ചു നാള് അവൻ കൊണ്ട് നടന്നിട്ട് അവന്റെ ആഗ്രഹങ്ങൾ തീരുമ്പോ കറിവേപ്പില എടുത്ത് കളയുന്ന പോലെ ദേ കിടക്കുന്നു. ചിലർ പറയുമായിരിക്കാം, ഭർത്താവിൽ നിന്ന് സന്തോഷവും സമാധാനവും കിട്ടാത്തത് കൊണ്ടായിരിക്കാം പെണ്ണുങ്ങൾ ഇങ്ങനെ കണ്ടവന്മാരുടെ കൂടെ പോകുന്നത് എന്ന്. പക്ഷെ അതൊരിക്കലും ശരിയായ ഒരു കാര്യമല്ല. സന്തോഷവും സമാധാനവും കിട്ടിയില്ലെങ്കിൽ അത് ഭർത്താവിൽ നിന്ന് കിട്ടേണ്ടത് ഒരു പെണ്ണിന്റെ ആവശ്യമാണ്. അത് കിട്ടിയില്ലെങ്കിൽ അത് നല്ല രീതിയിൽ ഡിവോഴ്സ് ആയിട്ട് വേറെ കല്യാണം കഴിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ മറ്റെന്തെല്ലാം മാർഗങ്ങളുണ്ട്. അല്ലാതെ കണ്ടവന്മാരുടെ കൂടെ പോയി കഴിഞ്ഞാൽ അവർക്ക് സന്തോഷവും സമാധാനവും കിട്ടുമെന്ന് ഇവർക്ക് എന്താ ഉറപ്പ്? അവരും തീർച്ചയായിട്ടും കൊണ്ടുവന്ന് അവരെ അവര് ചാടിപ്പോകുന്നത് പടുകുഴിയിലേക്ക് തന്നെയാണ്. ചിരിക്കുന്ന മുഖവും പഞ്ചാര വർത്താനവും ഒക്കെ കേട്ടിട്ട് ചാടിപ്പോകുന്നവളുമാർക്ക് അവരുടെ ആഗ്രഹങ്ങളെല്ലാം കഴിയുമ്പോൾ അവരുടെ അവസാനം ഏതെങ്കിലും ചവറ്റുകൊട്ടകളിൽ മാത്രമായിരിക്കും ഒടുങ്ങിത്തീരുന്നത്. എന്തായാലും ഇനി ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ചാടാൻ നിൽക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ചും കണ്ടും ചാടുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിതം വെറും പാതാളക്കുഴിയിലേക്കാണ് പോകുന്നത് എന്ന് ഒരു ചിന്ത മുൻകൂട്ടി കരുതിയിരിക്കുക.